സിനിമയിൽ ഇപ്പം നമുക്ക് പണ്ട് ഉള്ള ദേവദൂതനിൽ ജഗതിയുടെ ഭാഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ റിലീസിൽ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളില്ല. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? അതിനെക്കുറിച്ച് കുറേ ഇൻ്റർപ്രിട്ടേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് സംവിധായകൻ എന്നുള്ള നിലയിൽ സാറിന് പറയാനുള്ളത്? ആ സിനിമയുടെ ആദ്യം തൊട്ട് അങ്ങനെ ഒരു ട്രാക്കില്ല, അങ്ങനെ ഒരു ക്യാരക്ടറില്ല. ഞാൻ 42 വർഷം മുമ്പ് ഈ കഥ എഴുതുമ്പോൾ അങ്ങനെ ഒരു ട്രാക്കില്ല. ഇത് സ്ട്രൈറ്റായിട്ട് ഈ അന്നൊരു 7 വയസ്സുള്ള കുട്ടിയാണ് അതിൻ്റെ പ്രോട്ടോഗണിസ്റ്റ് ആയിട്ടുള്ളത്. ആ കുട്ടിയിലൂടെ ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു നിഖിൽ മഹേശ്വറിൻ്റെ ഒരു ആത്മാവിൻ്റെ ഇടപെടൽ വന്ന് ഈ സ്ത്രീയിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുന്നത് മാത്രമാണ് കഥ. അതിനകത്ത് മറ്റ് ഹ്യൂമറോ അല്ലെങ്കിൽ സൈഡ് സ്റ്റോറികളോ ഒന്നുമില്ല. അത് രണ്ടാമത് ഞാൻ 2000-ൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ സെക്കൻഡ് വേർഷൻ എഴുതി, ഒരു ക്യാമ്പസ് സ്റ്റോറിയായിട്ട്. ക്യാമ്പസിൽ പഠിക്കുന്ന 2 ചെറുപ്പക്കാരായ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള അവർ ഈ പ്ലേയിലെ ഹീറോയിനും അവരായിരുന്നു. അവരിലൂടെ ഈ കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വേർഷനാണ് ചെയ്തത്. അപ്പോഴും ഈ സൈഡ് സ്റ്റോറികളില്ല. മോഹൻലാൽ ഇതിനകത്തേക്ക് താല്പര്യപൂർവ്വം വന്നു കഴിഞ്ഞപ്പോൾ, മോഹൻലാൽ എന്ന് പറയുന്നൊരു സൂപ്പർ താരത്തിൻ്റെ എൻട്രി, ആ സമയത്ത് അയാളൊരു സൂപ്പർ ഹീറോ ഇമേജിൽ അങ്ങനത്തെ ഒരു അമാനുഷിക കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ, നരസിംഹം പോലെയൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ പ്രേക്ഷകർ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയുടെ നമ്മളുടെ ഒരുപക്ഷെ നമ്മളുടെ കാൽക്കുലേഷനിലുണ്ടായ തെറ്റായിരിക്കാം. അല്ലെങ്കിൽ അന്നത്തെ പ്രേക്ഷകർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇയാൾ വരുമ്പോൾ അത് ഒരു ആക്ഷനും ഹ്യൂമറും ഒക്കെ വരുന്ന ഒരു പാക്കേജ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യത്തെ ഒരു ആക്ഷൻ പോർഷൻ ഉണ്ടായിരുന്നു. അത് കഥയുമായിട്ടൊരു ബന്ധമില്ല. ഇതിപ്പോഴും ആ ആക്ഷനോ അതൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടും ഇതിനെ ബാധിക്കുന്നില്ല. ഈ കഥ സ്റ്റോറി നറേഷനെ ഒരിക്കലും ബാധിക്കുന്നില്ല. അമ്പിളിച്ചേട്ടൻ്റെ ജഗതി ശ്രീകുമാറിൻ്റെ ആ പോർഷനും കഥയുടെ ഒരു ഘട്ടത്തിലും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അത് വേറെ ഒരു ട്രാക്ക് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും ഇതിനെ ബാധിക്കുന്നത്, നമുക്ക് കഥ മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ആദ്യത്തെ എന്തായിരുന്നു നമ്മുടെ സ്ക്രീൻ പ്ലേയുടെ ഒരു ബേസ് എന്തായിരുന്നു, അത് മാത്രം പിൻപറ്റുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. അനാവശ്യമായിട്ട് അന്ന് നമ്മൾ കൂട്ടിച്ചേർത്തൊക്കെ നമ്മളിപ്പോൾ ഒഴിവാക്കിയെന്നേ ഉള്ളൂ. പക്ഷേ ആ കോമഡികൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും, കുറച്ച് പേരേ ഉള്ളത്, വലിയ അധികം ആൾക്കാരും ഇല്ല. കാരണം ഈ കട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയെന്ന് പറയുന്നവരാണ് ഒരു 90% ആൾക്കാർ. ഒരു 10% ആൾക്കാരാണ് ഒരുപക്ഷെ അമ്പിളിച്ചേട്ടനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത്. അമ്പിളിച്ചേട്ടൻ എന്നുള്ള വ്യക്തിയോടുള്ളല്ലോ, നമ്മുടെ കഥയിലെ ആ ക്യാരക്ടർ, ആ ട്രാക്കാണ് മാറ്റുന്നത്. അമ്പിളിച്ചേട്ടൻ നമ്മളെല്ലാവരും എൻ്റെ കൂടെ തന്നെ എത്രയോ സിനിമകൾ ചെയ്ത് നമുക്ക് ഏറ്റവും റെസ്പെക്റ്റുള്ള, ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ എന്തെങ്കിലും അദ്ദേഹത്തോട് തെറ്റ് ചെയ്യുകയൊന്നുമല്ല ചെയ്തത്. ഈ സിനിമയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേർഷൻ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അത് സ്വീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ചെയ്തതിൽ ശരിയാണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. സാറിപ്പം പറഞ്ഞു ഈ സിനിമ നേരത്തെ പരാജയപ്പെട്ടപ്പോൾ മറ്റ് ഭാഷകളിലേക്ക് ഇറക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും മറ്റ് ഭാഷ താരങ്ങളെയൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഇനി അങ്ങനെ എന്തെങ്കിലും സിനിമ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഈ സിനിമ അന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ ആദ്യത്തെ വേർഷനുണ്ട്, 7 വയസ്സുള്ള കുട്ടി ആയിട്ടുള്ള ആ വേർഷനാണ്. അതും ഈ അലീന എന്ന് പറയുന്ന ക്യാരക്ടർ. അതിലാരായിരിക്കണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം പുതിയ കുട്ടിയെ കണ്ടെത്തേണ്ടി വരും. മറ്റ് അലീനയുടെ വേഷത്തിലേക്ക് ആരാന്നുള്ളത് ചിന്തിച്ചില്ല. ചിലപ്പോൾ ജയപ്രദയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ്. കാരണം അവരവിടെയും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ചില ചിന്തകൾ പലയിടത്തും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ഭാഷകൾ, തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ചെറിയ എൻക്വയറീസൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ സംഭവിച്ചാൽ സംഭവിക്കും. എനിക്കിപ്പോൾ അത്രയും കീനല്ല. ഞാൻ മുമ്പുണ്ടായിരുന്ന പോലെ ഇതിനി മറ്റ് ഭാഷകൾ ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഐ ഹാവ് പ്രൂവ്ഡ് നമ്മളെവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും മറ്റൊരു ഭാഷയിൽ ഇത് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു കഥയായതുകൊണ്ട് ഇതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ, ഇപ്പോൾ കണ്ടതിനേക്കാളും ബെറ്റർ വേർഷൻ എനിക്ക് ഇനി ചെയ്യാൻ പറ്റും. ഒരിക്കൽ ചെയ്തതായതുകൊണ്ട് അതിൻ്റെ ഫ്ലോസൊക്കെ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയാം. ഞാൻ ചെയ്ത് വെച്ചതിനകത്ത് ഉണ്ടായ ഫ്ലോസ്, മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഫ്ലോസ് ഉണ്ട്. ആ ഫ്ലോസ് മാറ്റിക്കൊണ്ട് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എനിക്ക് മറ്റൊരു ഭാഷ ചെയ്യാൻ കഴിയും. കുറച്ചും കൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്ന, കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ അതില്ലാതിരുന്നൊന്നുമല്ല. പക്ഷേ മലയാളത്തിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ നല്ല ഒരു പ്രൊഡക്ഷൻ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഏത് വേർഷൻ വേണോ, അത് ചെറിയ കുട്ടികളെ അതാണോ, അത് ക്യാമ്പസ് കുട്ടികളാണോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ലാൽ ചെയ്ത പോലത്തെ വേർഷനാണോ ഒന്നും ചിന്തിച്ചില്ല. അതങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ചിന്ത വരുമ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ
അത് വൺ ഓഫ് എ കൈൻഡ് അങ്ങനത്തെ ഒരു ഏറ്റവും ബെസ്റ്റ് വേർഷൻ തന്നെയായിരിക്കും. ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ കൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന. കാരണം ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെയും ആർക്കും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അവർക്ക് റിലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അവർക്ക് ഇത്തരം ജോണറുള്ള സിനിമകൾ ഹോളിവുഡിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പലരും ഈ സിനിമയെ കണ്ടിട്ട് ഇതിനകത്ത് ചേഞ്ച് ലിങ്ക് എന്നൊക്കെ പറയുന്നൊരു സിനിമയുടെ ഇൻസ്പിറേഷനാണ്. ചേഞ്ച് ലിങ്കൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടത് ഈ പടം ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ വന്നപ്പോഴാണ്. ഇത് റിലീസൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ അതിൻ്റെ കണക്ഷനൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇതെന്താണ് ഈ ചേഞ്ച് ലിങ്ക് എന്നുള്ളത് അറിയാൻ വേണ്ടി പോയത്. അതൊരു കുട്ടി മരിക്കുന്നതും അത് മ്യൂസിക് ഉണ്ട് അതിനകത്ത്, പക്ഷേ ഒരു കുട്ടിയെ ബാത്ടബിൽ കൊല്ലുന്ന കഥയൊക്കെയാണ്. അപ്പം പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്നത് വളരെ ഒറിജിനൽ തോട്ടാണത്. അതുകൊണ്ട് ഇത് എവിടെയും ഏത് ഓഡിയൻസിൻ്റെ മുമ്പിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്.